ഹായ് ഡിയേഴ്സ്, ഒരുപാട് കാലമായി നമ്മൾ കണ്ടിട്ട് എന്ന് തോന്നുന്നു. സ്കൂളൊക്കെ തുറന്നു, സ്കൂളുകളിൽ ടീച്ചേഴ്സ് ചാപ്റ്റേഴ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ സ്കൂൾ ലൈഫിൻ്റെ അവസാന വർഷത്തിലേക്ക് നിങ്ങൾ അങ്ങനെ കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. +2 ക്ലാസ്സുകൾ തുടങ്ങിയ സമയത്ത് പലർക്കുമുള്ള സംശയമാണ് പല ചാപ്റ്റേഴ്സും എങ്ങനെ പഠിക്കും, പല സബ്ജക്റ്റും എങ്ങനെ പഠിക്കും, +1 അപേക്ഷിച്ച് +2 എന്താണ് വ്യത്യാസം വരുന്നത്, +1ഉം +2ഉം എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ, പ്രത്യേകിച്ച് മാത്സിൻ്റെ കേസിൽ ഒരുപാട് പേർക്ക് സംശയങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങളുടെ +2 മാത്സിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ചാപ്റ്റേഴ്സിനെ പറ്റി ചെറിയൊരു അവലോകനം അല്ലെങ്കിൽ ചെറിയ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം എന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ +2 മാത്സിൽ എത്തിയ സമയത്ത് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ യുവർ +1 മാത്സ് ആൻഡ് +2 മാത്സ്? +1 മാത്സും +2 മാത്സും തമ്മിലുള്ള വ്യത്യാസം എന്താ? +1 മാത്സിൻ്റെ എക്സാം കമ്പാരിറ്റീവ്ലി സിമ്പിളായിരുന്നു നിങ്ങളുടെ ബാക്കിയുള്ള സബ്ജക്റ്റിൽ വെച്ചിട്ട്. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. പറ്റുമെങ്കിൽ നിങ്ങളുടെ +1 മാർക്ക് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ +1 മാത്സിനെ അപേക്ഷിച്ച് +2 മാത്സ് ചാപ്റ്റർ ഒന്ന് കുറവാണ്. +1ൽ നമുക്ക് 14 ചാപ്റ്ററാണ് പഠിക്കാനുള്ളതെങ്കിൽ +2ൽ നിങ്ങൾക്ക് 13 ചാപ്റ്ററേ പഠിക്കാനുള്ളൂ. പക്ഷേ ചാപ്റ്റർ ഒന്ന് കുറവാണെങ്കിലും കണ്ടന്റ് നിങ്ങൾക്ക് അത്യാവശ്യം നല്ലതുപോലെ ഉണ്ട്. +1നേക്കാളും കൂടുതൽ പഠിക്കാനുണ്ട്. +1ൽ നിങ്ങൾ എങ്ങനെ പഠിച്ചോ അതേപോലെ തന്നെ +2 പഠിച്ചാൽ മതിയോ? പോരാ. +1 പഠിച്ചതിനേക്കാളും കുറച്ചുകൂടി എഫേർട്ട് ഇട്ടുകൊണ്ട് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ബിക്കോസ് +1ൽ നമ്മൾ പഠിച്ചതിൽ ഏകദേശം എനിക്ക് തോന്നുന്നു 1-2 ചാപ്റ്റേഴ്സൊക്കെ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടാകും. ട്രിഗണോമെട്രി, ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്, കൂടിപ്പോയാൽ ഒരു സ്ട്രെയിറ്റ് ലൈൻസ്, അങ്ങനത്തെ ഏതെങ്കിലും 2-3 ചാപ്റ്റേഴ്സൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഫീൽ ചെയ്തതുണ്ടാകും. പക്ഷേ +2ൽ എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാൻ പോകുന്ന ചാപ്റ്റേഴ്സ് ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾ +1 പഠിച്ചതുപോലെ വളരെ ഈസി ആയിട്ട് കണ്ടുകൊണ്ട് പഠിക്കരുത്. ബിക്കോസ് +1 മാത്സ് പോലെ അത്ര ഈസി അല്ല +2 മാത്സ്. ആദ്യമായിട്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് അതാണ്. +1ലെ മാത്സ് പോലെ +2 മാത്സ് അത്ര സിമ്പിളല്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, +1 മാത്സും +2 മാത്സും തമ്മിലുള്ള വേറൊരു വ്യത്യാസം, +1ൽ നിങ്ങൾക്ക് ലാബ് ഇല്ലായിരുന്നു. 80ൻ്റെ എക്സാമിന് നിങ്ങൾക്ക് 60 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ മതി. 60ലാണ് നിങ്ങൾക്ക് ടി കിട്ടുക. സി 20 മാർക്കും കൂടി കൂട്ടിയിട്ട് നിങ്ങൾക്ക് ടോട്ടൽ 80 മാർക്കായിരുന്നു നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. മാർക്കൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, റിസൾട്ടൊക്കെ വന്നതല്ലേ. പക്ഷേ +2ൽ എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ടോട്ടൽ 120ലാണ് മാർക്ക് വരിക. +2ൽ നിങ്ങൾ എഴുതിയെടുക്കേണ്ടത് 60 മാർക്കും 20 സിയും ടോട്ടൽ 80 മാർക്ക് തന്നെയാണ്. പക്ഷേ 40 മാർക്ക് നിങ്ങൾക്ക് അവിടെ ലാബ് എക്സാമിന് ഉണ്ടാകും. ആ ലാബ് നമ്മുടെ കമ്പ്യൂട്ടറുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട്, സോഫ്റ്റ്വെയറുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ +2ൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഫീൽ ചെയ്യാൻ പോകുന്ന ഡിഫറൻസ് ലാബാണ്. ലാബ് നിങ്ങൾ വളരെ അടിപൊളിയായിട്ട് ചെയ്യണം, പഠിക്കണം. അപ്പോൾ ആദ്യം മുതലേ ലാബിൻ്റെ കാര്യങ്ങളും മറ്റും റെക്കോർഡ്സൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ അവസാന സമയത്ത് നമ്മൾ കിടന്ന് ഇങ്ങനെ ഓടും അങ്ങോട്ടും ഇങ്ങോട്ടും, എന്താ ചെയ്യുക, ഇതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഒക്കെ കൺഫ്യൂഷൻ ആവും. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങളുടെ സ്കൂളിൽ നിന്ന് തരുന്ന ഇൻസ്ട്രക്ഷൻ വെച്ചുകൊണ്ട് നിങ്ങൾ ലാബ് അടിപൊളിയായിട്ട് ഫോളോ ചെയ്യുക. മാത്സിൻ്റെ കേസിൽ മാത്സിൻ്റെ ലാബ് വരുന്നത് പോലെ തന്നെ ബാക്കിയുള്ള എല്ലാ സയൻസ് സബ്ജക്റ്റും, ബയോളജി, ബോട്ടണി, സുവോളജി ലാബ് ഉണ്ടാവും, കെമിസ്ട്രി ലാബ് ഉണ്ടാവും, ഫിസിക്സ് ലാബ് ഉണ്ടാവും. അപ്പോൾ +1 പോലെ നിങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് മാറി നിൽക്കാൻ പറ്റില്ല. അതായത് +2ൽ നിങ്ങൾക്ക് ലാബ് കൂടി വരുന്നത് കൊണ്ട് ഒരു എക്സ്ട്രാ എഫേർട്ട് നിങ്ങൾ എന്തായാലും നിങ്ങളുടെ സ്റ്റഡീസിന് കൊടുക്കേണ്ടതുണ്ട്. സോ +2 മാത്സിൻ്റെ കേസിൽ വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് 14 ചാപ്റ്റേഴ്സ് +1ൽ ഉണ്ടെങ്കിൽ +2ൽ എത്തുന്ന സമയത്ത് അത് 13 ചാപ്റ്റേഴ്സേ ഉള്ളൂ. ആ 13 ചാപ്റ്റേഴ്സിൻ്റെ ഞാനൊരു വെയിറ്റേജ്, അതായത് ലാസ്റ്റ് ഇയർ റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു വെയിറ്റേജ് ഇവിടെ ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ചാപ്റ്റേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത്. ആദ്യത്തെ ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് ആണ്. റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻ സ്കൂളുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. രണ്ടാമത്തത് ഇൻവേഴ്സ് ട്രിഗണോമെട്രി, 3 മെട്രിസസ്, 4 ഡിറ്റർമിനൻസ്. ഈ 4 ചാപ്റ്ററിൽ ഈ 2, 3, 4 കമ്പാരിറ്റീവ്ലി ഭയങ്കര സിമ്പിളാണ്. റിലേഷൻസും ഇൻവേഴ്സും അതും വലിയ ബുദ്ധിമുട്ടുള്ളതൊന്നുമല്ല. അപ്പോൾ ഫസ്റ്റ് 4 ചാപ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം വെരി ഈസി എന്ന് പറയുന്നതിനേക്കാളും ഈസിയാണ്. ആൻഡ് 5ാമത്തെ ചാപ്റ്റർ തുടങ്ങുന്ന സമയത്താണ് നമ്മൾ കാൽക്കുലസ് ചാപ്റ്റേഴ്സ്, അതായത് കാൽക്കുലസ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാൽക്കുലസിൽ വരുന്ന 5 ചാപ്റ്റേഴ്സ് നമുക്കുണ്ട്. കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി, ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്, ഇൻ്റഗ്രൽസ്, ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഈ 5 ചാപ്റ്റേഴ്സും അത്യാവശ്യം നല്ല എഫേർട്ട് എടുത്തുകൊണ്ട് തന്നെ പഠിക്കണം. ഇതിൻ്റെ വെയിറ്റേജ് നിങ്ങൾക്ക് കാണാം. കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി 9, ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് 7, ഇൻ്റഗ്രൽസ് 9 ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ് 4, ഡിഫറൻഷ്യൽ ഇക്വേഷൻ 4. ഈ 5 ചാപ്റ്റേഴ്സ് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് അറൗണ്ട് 33 ആണെന്ന് എനിക്ക് തോന്നുന്നത്. 18, 26, 33, 33 മാർക്സ് ആണ് ഈ 5 ചാപ്റ്റേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഈ 5 ചാപ്റ്റേഴ്സ് ഓണം എക്സാമിന് നമുക്ക് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിയിലെ കണ്ടിന്യൂറ്റി വരെയാണ് ഉണ്ടാകാറുള്ളത്. അപ്പോൾ ഈ 4 ചാപ്റ്റേഴ്സ് സിമ്പിളാണ്, കണ്ടിന്യൂറ്റിയും വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിച്ച് ഓൺ എക്സാമിന് നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷേ ക്രിസ്മസ് എക്സാം എത്തുന്ന സമയത്ത് ഈ ചാപ്റ്റേഴ്സ് ഒക്കെ വരും. അപ്പോൾ ഈ ചാപ്റ്റേഴ്സ് എല്ലാം പഠിക്കേണ്ടി വരും. അപ്പോൾ ഈ ചാപ്റ്റേഴ്സ് വരുന്ന സമയത്ത് ചില സമയത്ത് സ്കൂളുകൾ ആദ്യം
ഇതൊക്കെ എടുത്ത് പിന്നെ ഇങ്ങനെ ഈ ഒരു ഓർഡറിൽ പോകുന്നതൊക്കെ ഉണ്ട്. 2-3 ടീച്ചേഴ്സുള്ള സ്കൂളുകളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഓരോരുത്തർ ഓരോ മൂലയിൽ നിന്നായിരിക്കും ചാപ്റ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഈ ചാപ്റ്റേഴ്സ് വരുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേക ശ്രദ്ധ കൊടുത്തുകൊണ്ട് നല്ല എഫേർട്ട് ഇട്ടുകൊണ്ട് പഠിക്കണം. ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് പോലെ സിമ്പിൾ അല്ല. ഇതിൽ ഏറ്റവും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പോകുന്നത്, അത് നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഇനി ഞാനിപ്പോൾ അത് പറഞ്ഞത് കൊണ്ടല്ല, നിങ്ങൾ എന്തായാലും അത് പറയും. ഇൻ്റഗ്രൽസ് ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് തോന്നാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രൽസ് പഠിച്ചിട്ടില്ലെങ്കിൽ അപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ് കിട്ടില്ല, ഡിഫറൻഷ്യൽ ഇക്വേഷനും കിട്ടില്ല, കണക്റ്റഡ് ആണ്. കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി പഠിച്ചിട്ടില്ലെങ്കിൽ അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. ഇതൊക്കെ ഭയങ്കര കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കണം, നല്ല എഫേർട്ട് ഇട്ടുകൊണ്ട് തന്നെ പഠിക്കണം. ആൻഡ് അടുത്തത് പിന്നെ വരുന്നത് വെക്റ്റർ 3D, വെക്ടർ ഓൾജിബ്ര. വെക്ടറൊക്കെ നിങ്ങൾ ഫിസിക്സിൽ ഓൾറെഡി പഠിച്ച സംഭവങ്ങളാണ്. അതിൻ്റെയൊക്കെ കുറച്ചുകൂടി വൈഡായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നു എന്നുള്ളൂ. അത് സിമ്പിളാണ്, 3Dയും സിമ്പിളാണ്. പിന്നെ LPP ഗ്രാഫ് വരയ്ക്കാനുള്ളതൊക്കെയാണ്. അതൊക്കെ സ്ഥിരമായിട്ട് എക്സാമിന് ഒരു 6 മാർക്കിൻ്റെ ചോദ്യമായിട്ട് അങ്ങ് ചോദിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ എന്തായാലും കിട്ടുന്ന ചാപ്റ്റേഴ്സ്, അതായത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ചാപ്റ്റേഴ്സാണ്. പിന്നെ ഒരു പ്രോബബിലിറ്റിയും സിമ്പിൾ ചാപ്റ്ററാണ്, ഭയങ്കരമായിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒന്നല്ല. അപ്പോൾ ഈ ചാപ്റ്റേഴ്സുകളെല്ലാം കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ +2 മാത്സ് ഈസ് ഓവർ. ടോട്ടൽ 80 മാർക്സിനാണ് എക്സാം വരിക. അതിൽ 60 മാർക്കിൻ്റെത് നിങ്ങൾ എഴുതിയാൽ മതി. പക്ഷേ എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, ദെൻ അടുത്ത കാര്യം പറയുകയാണെങ്കിൽ +1 നിന്ന് +2 എത്തുമ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് അവിടെയുള്ള ഏത് ചാപ്റ്ററാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഫസ്റ്റ് ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ നിങ്ങൾക്കറിയാം, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് +1 പഠിച്ചതിൻ്റെ ബാക്കി എന്നതുപോലെയാണ് ഇവിടെയും പഠിക്കുന്നത്. റിലേഷൻസിനെ പറ്റി അറിഞ്ഞിരിക്കണം, ഡൊമെയിൻ, റേഞ്ച്, കോഡൊമെയിൻ ഒക്കെ മനസ്സിലാക്കിയിരിക്കണം. ഫംഗ്ഷനെ പറ്റി വളരെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഫംഗ്ഷൻ്റെ ഡൊമെയിൻ, റേഞ്ച്, ഗ്രാഫ് എല്ലാം നിങ്ങൾക്ക് നല്ല ധാരണ ഉണ്ടായിരിക്കണം. ഈ ഫംഗ്ഷൻസ് നല്ലതുപോലെ അറിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഈ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിയിലും അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവിലും ഇൻ്റഗ്രൽസിലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫംഗ്ഷൻസ് ആണ്. അപ്പോൾ ഫംഗ്ഷൻസിനെ പറ്റി നല്ല ധാരണ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ അടുത്തത് ട്രിഗണോമെട്രി ഇല്ലെങ്കിൽ നിങ്ങളുടെ +2 ഒരുവിധം ചാപ്റ്റേഴ്സ് ഒക്കെ പോയി. ഇൻവേഴ്സ് ട്രിഗണോമെട്രിയുടെ എന്തായാലും അറിയാലോ, അതിൽ ട്രിഗണോമെട്രി എന്തായാലും ബേസിക് ആയിട്ട് ഉണ്ടാകും. അപ്പോൾ ട്രിഗണോമെട്രി ഉണ്ടെങ്കിലേ ഇൻവേഴ്സ് ട്രിഗണോമെട്രി കിട്ടും. പിന്നെ ഞാനീ പറഞ്ഞ ഈ കണ്ടിന്യൂറ്റിയിൽ അവിടെ ട്രിഗണോമെട്രി വരുന്നുണ്ട്. ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവിൽ അവിടെയും ട്രിഗണോമെട്രിയുടെ ഇക്വേഷൻസ്, കാര്യങ്ങൾ, ഐഡൻറ്റിറ്റീസ് ഉണ്ട്. ഇൻ്റഗ്രൽസിൽ ട്രിഗണോമെട്രി തന്നെ വരുന്നുള്ളൂ, അല്ല അങ്ങനെയല്ല, ട്രിഗണോമെട്രി ഒരുപാട് സ്ഥലത്ത് വരുന്നുണ്ട്. അപ്പോൾ ട്രിഗണോമെട്രി കൃത്യമായിട്ട് അറിഞ്ഞില്ലെങ്കിൽ ഇൻ്റഗ്രൽസ് ഒക്കെ പോയി. ആൻഡ് അപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസിൽ ട്രിഗണോമെട്രി വരുന്നുണ്ട്. ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ അവിടെയും ട്രിഗണോമെട്രി വരുന്നുണ്ട്. അപ്പോൾ എല്ലായിടത്തും ട്രിഗണോമെട്രി വെച്ചുകൊണ്ടുള്ള പരിപാടികളുണ്ട്. പിന്നെ മെട്രിക്സിൽ വരെ ട്രിഗണോമെട്രി വരുന്നുണ്ട്. ഓക്കെ, ചെറിയ ഐഡൻറ്റിറ്റീസ് ഒക്കെ യൂസ് ചെയ്യേണ്ട സാഹചര്യമുണ്ട്. ഇതിലൊക്കെ ഉണ്ട്. 3Dയിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഏത് ചാപ്റ്ററിലാണ്, ഡിറ്റർമിനൻസിൽ യൂസ് ചെയ്യാനുണ്ട്. ഇൻവേഴ്സ് ട്രിഗണോമെട്രി, റിലേഷൻസിലൊക്കെ ട്രിഗണോമെട്രി ഇങ്ങനെ കടന്നു വരും. അപ്പോൾ നിങ്ങൾ അടിപൊളിയായിട്ട് ട്രിഗണോമെട്രിയുടെ ഐഡൻറ്റിറ്റീസും കാര്യങ്ങളൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ എഴുതി വെച്ച് കൃത്യമായിട്ട് +2 നിങ്ങൾക്ക് കടക്കാം. അതായത് ട്രിഗണോമെട്രി അറിഞ്ഞിട്ടില്ലെങ്കിൽ പ്രശ്നമാണ് എന്ന് ചുരുക്കം. ഓക്കെ, ദെൻ അടുത്തത് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്. ലിമിറ്റ്സ് എന്താണെന്ന് അറിയണം. അതാണ് ലിമിറ്റ്സ് വെച്ചിട്ടാണ് ഈ ചാപ്റ്ററിൽ കണ്ടിന്യൂറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ഡെറിവേറ്റീവ്സ് വെച്ചിട്ടാണ് ഈ ചാപ്റ്ററിലെ ഡിഫറൻഷ്യബിലിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവും നല്ലതുപോലെ അറിഞ്ഞിരിക്കണം. ദെൻ പ്രോബബിലിറ്റി പിന്നെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. +1 പഠിച്ചത് വളരെ സിമ്പിളായുള്ള പ്രോബബിലിറ്റി തന്നെയാണ്. ആ പ്രോബബിലിറ്റിൻ്റെ ബാക്കി എന്നുള്ളത് പോലെയാണെങ്കിലും കുറച്ചുകൂടി വെറൈറ്റി കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ പ്രോബബിലിറ്റിനെ പറ്റിയും +1 പഠിച്ച പ്രോബബിലിറ്റിനെ പറ്റിയും ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുന്നത് നല്ലതാണ്. ഓക്കെ, ദെൻ ഹൗ ടു സ്റ്റഡി മാത്സ്. +2 എങ്ങനെ മാത്സ് പഠിക്കാം? ഞാൻ ആദ്യം പറഞ്ഞ കാര്യം നിങ്ങൾ മൈൻഡിൽ വെക്കണം. ലാബ് ഉള്ളത് കൊണ്ട് ലാബും നിങ്ങളുടെ ക്ലാസ്സുകളും നിങ്ങൾ മാനേജ് ചെയ്തുകൊണ്ട് പഠിക്കണം. അങ്ങനെ പഠിച്ചാലേ നിങ്ങൾക്ക് നല്ല സ്കോറിലെത്താൻ പറ്റും. +1 മാത്സ് പോലെ സ്കോർ ചെയ്യാൻ ഈസി ആയിട്ടുള്ളതല്ല +2 മാത്സ്. കുറച്ച് പണിയുണ്ട്. അതാദ്യമേ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വേണം പഠിക്കാൻ. ഓക്കെ, നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് പഠിക്കാനുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുക. നിങ്ങളുടെ എക്സാം പാറ്റേണും കാര്യങ്ങളൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. അപ്പോൾ പണ്ട് ചോദിക്കുന്ന സ്ഥിരമായുള്ള ചോദ്യങ്ങളൊക്കെ അവർ ഒരുപാട് ഒഴിവാക്കിയിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഒരുവിധം ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് തന്നെയാണ് ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ. അതാണ് നമുക്ക് നമ്മുടെ മുമ്പിലുള്ള മാത്സ് പഠിക്കാനുള്ള ഏറ്റവും എളുപ്പമായി. സൊല്യൂഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ എജുബോർഡിൻ്റെ സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ആപ്പിൽ നമ്മുടെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും സൊല്യൂഷൻസ് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്കുണ്ട്. NCERT സൊല്യൂഷൻസ്. ആൻഡ് നിങ്ങളല്ല എങ്കിൽ എജുബോർഡിൻ്റെ സ്റ്റുഡൻ്റ് അല്ല എങ്കിലും നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും എന്ത് കിട്ടും? NCERT സൊല്യൂഷൻസ് കിട്ടും. അപ്പോൾ വളരെ അടിപൊളിയായിട്ട് പഠിക്കുക. +2 മാത്സ് +1 മാത്സ് പോലെ സിമ്പിളല്ല. നിങ്ങൾ കുറച്ച് എക്സ്ട്രാ എഫേർട്ട് തന്നെ ഇടേണ്ടതുണ്ട്. നല്ല മാർക്ക് നിങ്ങൾക്ക് +1 കിട്ടി എന്നാണ് എൻ്റെ പ്രതീക്ഷ. അതേപോലെ തന്നെ +2 നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റട്ടെ. അപ്പോൾ എജുബോർഡ് കൂടെ ഉണ്ടാവും, ഞാൻ കൂടെ ഉണ്ടാവും, എല്ലാവരും കൂടെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് കാണാം. ബൈ.